അത്ഭുതങ്ങളുടെ രഹസ്യ കലവറയാണ് അന്റാർട്ടിക്ക. 53 കിലോമീറ്ററോളം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന മഞ്ഞിൻ്റെ തൂവെള്ള ആരെയും മോഹിപ്പിക്കും. വെളുപ്പിൻ്റെ ഹൃദയം പിളർന്ന് രക്തത്തിൻ്റെ നിറത്തിൽ വെള്ളമൊഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം ആരെയും വിസ്മയപ്പെടുത്തുന്നതാണ്. കാഴ്ചക്കാരിൽ ഒരേ സമയം ഭയവും അത്ഭുതവും ജനിപ്പിക്കുന്ന ബ്ലഡ് ഫോൾസിനു പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങളെക്കുറിച്ചാണ് അടുത്ത വാർത്ത. അന്റാർട്ടിക്കയിലെ ടൈലർ ഹിമാനിയുടെ നെറുകയിൽ നിന്നും ഒഴുകുന്ന രക്തച്ചാട്ടം 100 വർഷമായി ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസമാണ്. രക്തവെള്ളച്ചാട്ടം അഥവാ ബ്ലഡ് ഫോൾസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. കടും ചുവപ്പ് നിറത്തിൽ കുതിച്ചു ചാടുന്ന ഈ നീരൊഴുക്കിന്റെ നിഗൂഢതകൾ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. അന്റാർട്ടിക്കയിലെ മക്മുർഡോ ഡ്രൈ വാലികളിലെ ടൈലർ ഗ്ലേസിയറിൽ നിന്ന് ബോണി തടാകത്തിലേക്ക് ഒഴുകുന്ന ഈ രക്തചുവപ്പ് നിറമുള്ള വെള്ളച്ചാട്ടം ആദ്യമായി കാണുന്ന ഒരാളിൽ ഒരേ സമയം ഭയവും അത്ഭുതവും ജനിപ്പിക്കും. നോക്കെത്താ ദൂരം പരന്നുകിടക്കുന്ന വെളുത്ത മഞ്ഞിൻ പാളികൾക്കേറ്റ മുറിവിലൂടെ ഒഴുകുന്ന രക്തം പോലെ തോന്നിപ്പിക്കുന്ന ഈ പ്രതിഭാസത്തിനു പിന്നിലെ ശാസ്ത്രീയ രഹസ്യം ശാസ്ത്രജ്ഞർ വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തി. 1911 ബ്രിട്ടീഷ് ടെറാനോവ പര്യവേഷണത്തിലൂടെ പ്രശസ്ത ഓസ്ട്രേലിയൻ ജിയോളജിസ്റ്റ് ഗ്രിഫിത്ത് ടൈലറാണ് ഈ അത്ഭുത പ്രതിഭാസം ആദ്യമായി ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയത്. അതിനുശേഷം രക്തവെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് നിരവധി നിഗമനങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു. കാഴ്ചയിൽ ഭയം ജനിപ്പിക്കുന്ന വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പഠിച്ച ഗവേഷകർ ഇതിനു പിന്നിൽ ഒരു വിധത്തിലുള്ള അമാനുഷിക ശക്തികളോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോ അല്ലെന്ന് മനസ്സിലാക്കി. ഹിമാനികളുടെ ആഴങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരുമ്പിന്റെ അംശം അത്യധികമായി അടങ്ങിയ ഉപ്പുവെള്ളമാണ് ഈ രക്തചുവപ്പിന് കാരണമെന്നും അവരറിഞ്ഞു. അന്റാർട്ടിക്ക സയൻസ് എന്ന പ്രശസ്ത സയൻസ് മാസികയിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസ്മരിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഹിമാനിയുടെ അടിത്തട്ടിൽ രൂപപ്പെട്ട ഒരു പുരാതന ഭൂഗർഭ ജലസംഭരണിയിൽ നിന്നാണ് ഈ വെള്ളത്തിന്റെ ഉത്ഭവം. ഹിമാനിയുടെ അതിശക്തമായ ചലനങ്ങളും ഭാരവും കാരണമുണ്ടാകുന്ന വലിയ സമ്മർദ്ദം ഈ ഉപ്പുവെള്ളത്തെ മഞ്ഞിനുള്ളിലെ രഹസ്യ ചാനലുകളിലൂടെ മുകളിലേക്ക് തള്ളിവിടുന്നു. ഇരുമ്പടങ്ങിയ ഈ വെള്ളം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഓക്സീകരണ പ്രക്രിയ നടക്കുന്നു. ഈ ഓക്സീകരണമാണ് വെള്ളത്തിന് കടും ചുവപ്പ് നിറം നൽകുന്നത്. 2017 അലാസ്ക ഫെയർബാങ്ക്സ് സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ നടത്തിയ റഡാർ ഇമേജിംഗ് പരീക്ഷണങ്ങളാണ് നിർണായക വഴിത്തിരിവായത്. റേഡിയോ എക്കോ സൗണ്ടിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ ഹിമാനിക്കടിയിലെ കട്ടിയേറിയ മഞ്ഞുപാളികൾ തുളച്ചുകയറി പരിശോധന നടത്തി. ഈ പരീക്ഷണത്തിലൂടെ ഹിമാനിയുടെ അടിത്തട്ടിൽ ഉയർന്ന മർദ്ദത്തിലുള്ള ജലപാതങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ കണ്ടെത്തി. രക്തവെള്ളച്ചാട്ടമായി പുറത്തേക്കൊഴുകുന്നതിന് മുൻപ് ഈ ഉപ്പുവെള്ളം മഞ്ഞിനുള്ളിലെ ഏകദേശം 300 മീറ്ററിലധികം നീളമുള്ള പാതകളിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് സംഘം കണ്ടെത്തി. അന്റാർട്ടിക്കയിലെ അതികഠിനമായ തണുപ്പിലും ഈ ദ്രാവകം കട്ടപിടിക്കാതെ എങ്ങനെയാണ് ഒഴുകുന്നതെന്ന ചോദ്യത്തിനും ഈ ഗവേഷണത്തിലൂടെ ശാസ്ത്രജ്ഞർ ഉത്തരം കണ്ടെത്തി. മൈനസ് താപനിലയിൽ ഏതൊരു ജലാശയവും നിമിഷങ്ങൾക്കുള്ളിൽ മഞ്ഞുകട്ടയായി മാറുമെന്നിരിക്കെ ഈ വെള്ളച്ചാട്ടം തണുത്തുറയാത്തതിനു പിന്നിലെ രഹസ്യം അതിന്റെ രാസഘടനയാണ്. ഈ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങളുടെ അളവ് സാധാരണ കടൽ വെള്ളത്തേക്കാൾ വളരെ കൂടുതലാണ്. ഈ ഉപ്പുവെള്ളം മരവിക്കാൻ ശ്രമിക്കുമ്പോൾ പുറത്തുവിടുന്ന നേരിയ തോതിലുള്ള താപവും ഹിമാനിയുടെ ചലനത്തിലൂടെ സംഭവിക്കുന്ന ഘർഷണവും ഒത്തുചേരുമ്പോൾ ഭൂമിയിലെ തന്നെ ഏറ്റവും തണുപ്പേറിയ ഈ പ്രദേശത്തും വെള്ളം ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്നു. പുരാതന ഉപ്പുവെള്ളത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സൂര്യപ്രകാശമോ ബാഹ്യ അന്തരീക്ഷമോ ലഭിക്കാതെ മഞ്ഞിനടിയിൽ ജീവിക്കുന്ന അപൂർവ ഇനം സൂക്ഷ്മാണുക്കളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. കഠിനമായ ഈ സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവൻ നിലനിർത്താനുള്ള ഇവയുടെ ശ്രമങ്ങൾ ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ജലകണികകളിൽ സിലിക്കൺ, കാൽഷ്യം, അലുമിനിയം, സോഡിയം തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. സൂര്യപ്രകാശമില്ലാത്ത ഈ ആഴങ്ങളിൽ അവിടെയുള്ള രാസവസ്തുക്കളെ ഉപയോഗിച്ചാണ് ഈ സൂക്ഷ്മജീവികൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ചൊവ്വയിലെ മഞ്ഞുമൂടിയ ഉപരിതലത്തിനടിയിലോ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലെ ഐസ് പാളികൾക്ക് താഴെയോ
ഇത്തരത്തിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് ശാസ്ത്രജ്ഞരെ നയിക്കുന്നതാണ് അന്റാർട്ടിക്കയിലെ ഈ സൂക്ഷ്മാണുക്കൾ. ബ്ലഡ് ഫോൾസ് എന്ന നൂറ്റാണ്ടുകളുടെ നിഗൂഢതയ്ക്ക് ശാസ്ത്രം ഇന്ന് വ്യക്തമായ ഉത്തരം കണ്ടെത്തിയെങ്കിലും പ്രകൃതിയുടെ വിസ്മയകരമായ പ്രതിഭാസങ്ങളിലൊന്നായി ഇത് എന്നും കാഴ്ചക്കാരെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്.